ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ 2-3 പേര് നേരിട്ടും അതുപോലെ തന്നെ മെസ്സേജ് അയച്ചുമൊക്കെ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരവായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഒന്നെന്ന് വെച്ചാൽ എൻ്റെ ഇൻട്രോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഇൻട്രോ കണ്ടാരും ഞെട്ടരുത്, ഇൻട്രോ ഉടനെ വരുന്നതായിരിക്കും. പിന്നെ അത് ഞാൻ എടുക്കാൻ പഠിക്കുന്നതെന്നു വെച്ചാൽ നമ്മൾ എൻ്റെ ഒരു ഇൻട്രോ ഇടുമ്പോൾ ഞാൻ എൻ്റെ തന്നെ വീഡിയോസ് ഇടണമല്ലോ. അപ്പോൾ അതെനിക്കൊരു ചളിയാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് എങ്ങനെ നിന്നാലും എനിക്ക് ചിരി വരും. അപ്പോൾ അത് കാരണം നമ്മൾ അതിനെ പേടിച്ചിട്ടൊക്കെ തന്നെയാണ് മാറ്റി നിർത്തിയേക്കുന്നത്. പിന്നെ ഓണത്തിന് എന്താ റീൽ കാണാഞ്ഞെന്ന് ചോദിച്ചാൽ നമ്മൾ വലിയ പ്രൊഫഷണൽസ് ഒന്നുമല്ല. അപ്പം ഈ പ്രൊഫഷണൽസ് ആൾക്കാർ വലിയ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ച് വലിയ സെറ്റ് ചെയ്തൊക്കെയാണ് അവർ വീഡിയോസൊക്കെ ഇടുന്നത്. നമ്മളതിനകത്ത് അവർ വലിയ ഉൾക്ക പോലക്കത്തെ സംഭവങ്ങൾ കൊണ്ടുവരുന്നതിനകത്ത് നമ്മൾ ഈ ഓലപ്പടക്കം പോലക്കത്തെ ഈ സംഭവം വെറുതെ ചീറ്റിച്ച് കളയണ്ടല്ലോ. അതൊന്നായിരുന്നു. പിന്നെ രണ്ടെന്ന് വെച്ചാൽ ഓണപ്പരിപാടി വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താണ്ട് ഈ ഒരു ഒന്നാമത് എൻ്റെ നട്ടിൽ ഇളകി കിടക്കുമെന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ ഉള്ള നട്ടുകൂടൊക്കെ പോവും. അപ്പോഴത്തേക്ക് ആകെപ്പാടെ ഒരു ബുദ്ധിമോശം വന്ന് ആൾക്കാർ കാണിക്കുന്ന പോലൊക്കെയാണ് നമ്മുടെ പ്രവർത്തികൾ. അപ്പം പിന്നെ അങ്ങനെ ഒരു പ്രശ്നത്തിൽ അതങ്ങ് അകപ്പെട്ടു പോയി. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഓണാവധിയായപ്പം 10 ദിവസത്തെ ഉള്ള അവധി. അപ്പം അവരെ കുറച്ച് ദിവസം അവരുടെ ഇഷ്ടത്തിലൊക്കെ അങ്ങ് വിട്ടു. കാരണം അല്ലാത്ത സ്കൂളുള്ള ദിവസം സ്കൂളിൽ പോകണം, ട്യൂഷനുണ്ട്, അതുപോലെ തന്നെ വീഡിയോസ് എടുക്കണം, ഡാൻസിന് പോകണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അവരെ കുറച്ച് ദിവസത്തേക്ക് അവരുടെ ഇതിനങ്ങ് വിട്ടു. പിന്നെ ചോദിച്ചാൽ കുഞ്ഞിൻ്റെ ഡ്രസ്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞിൻ്റെ ഡ്രസ്സെല്ലാം ഒട്ടുമിക്കതും ഞങ്ങൾ വലിയ വിലയുടെ ഡ്രസ്സുകളൊന്നും തന്നെ ഞങ്ങൾ എടുത്തിട്ടില്ല. അങ്ങനെയല്ല, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ മാത്രമേ വലിയ വിലയുള്ള ഡ്രസ്സുകൾ എടുത്തുള്ളൂ. ഇങ്ങനെ റീലുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞങ്ങൾ ഏറ്റവും വിലക്കുറവും അതുപോലെ തന്നെ നമുക്ക് അതുപോലെ തന്നെ കൂടുതലും ഞാൻ റിഡക്ഷൻ സെയിലിൽ നിന്നൊക്കെ മേടിക്കും. അപ്പോൾ 2 പേർക്കും ഒരുപോലുള്ളത് കിട്ടും. 2 പേർക്കും ഒരുപോലുള്ളത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ 2 പേരും കൂടെ ഞങ്ങളെ പച്ചയ്ക്ക് കത്തിക്കും. അതൊക്കെ പേടിച്ച് ഞങ്ങൾ ഒരുപോലുള്ളത് എടുക്കാറുള്ളൂ. പിന്നെ അമ്പാടി ഇപ്പം ചേട്ടത്തി വന്നിട്ടുണ്ട്. അത് കാരണം അമ്പാടി ചേട്ടൻ്റെ മകനാണ്. എല്ലാവരും എന്നോട് ചോദിക്കും എൻ്റെ മകനാണോ? എൻ്റെ മകനല്ല, ചേട്ടൻ്റെ മകനാണ് അമ്പാടി. അപ്പം പക്ഷേ കൊച്ചിലെ തൊട്ട് അവൻ എൻ്റെ കൂടാണ്. അപ്പം അവനും അവൻ്റെ കുറച്ച് ഫ്രണ്ട് സർക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ വീട്ടിലും ഫ്രണ്ട്സ് വരികയും ഒക്കെ അവനും ഇച്ചിരി തിരക്കായിപ്പോയി. പിന്നെ ഞങ്ങൾ മൊത്തത്തിൽ തിരക്കായിരുന്നു. പിന്നെ ഓണത്തിൻ്റെ വിശേഷം എന്നാന്ന് ചോദിച്ചാൽ ഇപ്രാവശ്യം എനിക്ക് ഈ പരസ്യം ചെയ്തതിൻ്റെ അങ്ങനെയൊക്കെ ആയിട്ട് എനിക്കൊരു 7500 രൂപ ഞാൻ ആദ്യമായിട്ട് പ്രതിഫലം മേടിച്ചു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ അതിൻ്റെ ചിലവുകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടെ ഉള്ളവർക്കെല്ലാം ചെയ്തു. അപ്പോൾ ഇനിയുള്ളതിനകത്ത് ഞാൻ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ട്. സോറി. നമ്മൾ അത്രേ ഉണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷമായിരുന്നു അതൊക്കെ. പിന്നെന്താണ്, പിന്നെ 2-3 പേര് പറഞ്ഞു സൗണ്ട് ഭയങ്കര ബോറാണ്, വരാന്നിരിക്കുന്നതെന്ന്. ഞാനിപ്പോൾ എന്നാ ചെയ്യാനാണ്? നമുക്കിപ്പോൾ എന്നും ഒരാളെ വിളിച്ചിട്ട് നമുക്ക് എന്നും സൗണ്ട് കൊടുക്കാൻ അത് പറ്റുന്ന ഒരു കാര്യമല്ല. അതൊരു ഓപ്ഷനല്ല, അതൊരു പോസിബിളായിട്ടുള്ളൊരു കാര്യമേ അല്ല. ഒന്നാമത്തേന്ന് വെച്ചാൽ ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി അതൊന്ന് ഫുൾഫിൽ ആവണമെങ്കിൽ ഈ സൗണ്ട് തന്നെ വേണം. എന്നാൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. സൗണ്ട് അതിനകത്തൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ രണ്ടാമത് വന്നൊരു ഇതെന്ന് വെച്ചാൽ നെഗറ്റീവ് പോലെ പറഞ്ഞത്, നെഗറ്റീവായിട്ടല്ല, പണിയൊന്നും ഇല്ലേ എന്നോട് ചോദിച്ചു. എനിക്ക് പണിയൊന്നും ഇല്ല എന്നിട്ടല്ല ഞാൻ ഈ പണി ചെയ്യുന്നത്. അത് എൻ്റെ ഇഷ്ടത്തിൽ ചെയ്യുന്ന പണിയാണ്. അതുകൊണ്ട് എനിക്കതൊരു പണിയായിട്ട് തന്നെ തോന്നിയിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്കതൊരു പണിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ അഭിപ്രായം 8 മടക്കി മനസ്സിലായി കാണുമല്ലോ, അവിടെ അങ്ങ് വെച്ചേര് കേട്ടോ. അമ്മാതിരി ഐറ്റംസ് ഒന്നും ഇങ്ങോട്ട് എടുക്കത്തില്ല. പിന്നെ നമുക്ക് വളരെ സന്തോഷമുള്ളത് എന്നാന്ന് വെച്ചാൽ തിരുവോണം പോലുള്ള ദിവസമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ആ ഒരു ദിവസത്തിൽ തന്നെ ഞങ്ങളുടെ കാര്യം ഓർത്തു. അതുപോലെ തന്നെ ഞങ്ങൾ വല്ല റീല് ഇടുവോ, ഫോൺ എടുക്കുമ്പോൾ ഞങ്ങൾ വല്ല റീൽ ഇട്ടേക്കണേ എന്ന് പ്രാർത്ഥിച്ചൊക്കെയ. ചിലർ ഫോൺ എടുത്തതല്ലേ, അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര തള്ളല്ലേ കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളോട് കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണ്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഓസം പെർഫോമൻസാണ് എന്നറിയാം. എൻ്റെ മുതുക്കൂത്തല്ല, കുഞ്ഞുങ്ങളുടെ പെർഫോമൻസൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം ഓവറോൾ ഓണമൊക്കെ അടിപൊളിയായിരുന്നു. നിങ്ങളും ആഘോഷിച്ചാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ബായ്. ഓണമെത്തി OCR-ഉം OPR-ഉം ഒഴിച്ചടിക്ക് നാടാകെ വാറ്റടിച്ച് വാതുവെച്ച് വാളുവെക്ക് ഷാപ്പിൽ കയറി സ്പിരിറ്റുകൾക്കും കള്ളു വാങ്ങി വലിച്ചടിക്കും മീൻചാറ് ഉപ്പ് നോക്കി നാക്കുവെക്ക് നക്കി നോക്കി നാടാകെ വാളുവെക്ക് ഉടുമുണ്ടഴിച്ച് തലയിൽ കെട്ടി കുടിച്ചു വഴക്കടിക്ക് ചറപറാന്ന് തെറി പറയും നാടാകെ